എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ കാർഡ് റീഡിംഗ് ചാനലിലേക്ക് മായാസ് ടാരോറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചിങ്ങമാസം 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. രോഹിണി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. Three of Swords, Three of Cups energy, Four of Pentacles, Two of Swords, King of Wands, Empress. ആദ്യം തന്നെ 3 of Swords എനർജി കണക്ഷൻസ് ആണ്. ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും മേന്മയും മുന്നേറ്റവും ഉണ്ടാകുന്നു എങ്കിൽ കൂടിയും പെട്ടെന്ന് സങ്കടം ഏതൊരു കാര്യത്തിനാണെങ്കിലും പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഓർത്തോർത്ത് സങ്കടപ്പെട്ട് അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ ചിന്തകൾ മനസ്സ് വഴിതെറ്റി പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ കാലത്തിലേക്ക് എപ്പോഴും സംഭവിച്ചു പോയ കാര്യങ്ങളെ ആലോചിച്ച് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ പ്രത്യേകിച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആളുകളുടെ കൂട്ടത്തിലിരിക്കണം പറ്റാത്തവരാണ് എങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആവുക. മറ്റാളുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആളുകളായിട്ട് സംസാരിക്കുക, പുതിയ ബന്ധങ്ങൾ, പുതിയ സോഷ്യൽ സർക്കിളിലേക്ക് ഒക്കെ പോവുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ജോലിയിൽ മുന്നേറുന്നതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ജോലിയോടൊപ്പം തന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ലൈഫ് ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ, അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളൊരു മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് നിങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നിടത്തല്ല ഇപ്പോഴെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ള ഒരു ലൈഫിൽ നിങ്ങൾ നെഗറ്റിവിറ്റീസ് കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷൻസിലായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 of Cups എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മേന്മ ഉണ്ടാകുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നു. അതേപോലെ തന്നെ ഉള്ള ജോലിയിൽ തന്നെ മുന്നേറാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി 3 of Cups എനർജി സൂചിപ്പിക്കുന്നത് ആഘോഷത്തിൻ്റെ ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്നുള്ളതാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത് ജോലി, ഹാർഡ് വർക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പക്ഷേ ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ കരിയറിൽ, ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങളത് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കുന്ന ഒരു സമയമാണ്. വലിയ വലിയ കാര്യങ്ങൾ നേടാനുള്ള ഒരു യാത്രയിലേക്കുള്ളൊരു തയ്യാറെടുപ്പാണ് എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെങ്ങനെയുള്ള ഒരു സർക്കിളിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ സർക്കിളും ആ ഒരു സോഷ്യൽ സർക്കിളിൽ പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടുകയും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു സോഷ്യൽ സർക്കിളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, ഒരു പക്ഷേ നിങ്ങൾ ജോലിയിൽ മാറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലി ട്രാൻസ്ഫറോ പ്രമോഷനോ മറ്റെന്തെങ്കിലും തലത്തിൽ ജോലിയിൽ നിന്ന് മാറുമ്പോൾ പുതിയൊരു ഇടത്തേക്ക്, പുതിയൊരു സോഷ്യൽ സർക്കിളിലേക്കും പ്രൊഫഷണലി ഒരു പുതിയ സർക്കിളിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അത് ഒരു മുന്നേറ്റം കൂടിയിട്ടാണ്. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് കൂടി നിങ്ങൾ എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. 4 of Pentacles എനർജിയാണ്. അപ്പോൾ
തീർച്ചയായിട്ടും കരിയറിൽ ഉന്നമനം ഉണ്ടാകുമ്പോൾ ഫിനാൻഷ്യലി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ പൊതുവെ സാമ്പത്തികം നേട്ടം ഉണ്ടാകുമ്പോൾ ആളുകൾ ചിലപ്പോൾ പാഴ്ചെലവുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം ഒരു തരത്തിലും മാറ്റങ്ങളുണ്ട്. ഫിനാൻഷ്യലി മുന്നേറുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് വന്ന ആ നേട്ടങ്ങളൊന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നതേ ഇല്ല. അതായത് കുറച്ച് പിശുക്ക് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടായാലും അത് ചിലപ്പോൾ നിങ്ങൾ സേവ് ചെയ്യാണ് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങളത് സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു മനസ്ഥിതി നിങ്ങളുടെ എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് ആറ്റിറ്റ്യൂഡായിട്ട് മാറുന്ന ഒരു സമയമാണ്. അതായത് പുതിയ അവസരങ്ങൾ തേടി പോകാനും സക്സസ്ഫുൾ ആകാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങൾ ആയിട്ട് ഒഴിവാക്കുന്ന ഒരു സമയം. പുതിയ നേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ആവശ്യമുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യം, അതിനുള്ളൊരു ആസ്തി കാര്യങ്ങളൊക്കെ വന്നാൽ പോലും ഉള്ളിൽ എപ്പോഴും ഒരു ഭയമാണ്. കാരണം കഷ്ടപ്പെട്ട് നേടിയെടുത്താണ്. അപ്പോൾ ഇതിന് ഒരു ചിന്ത എപ്പോഴും മൈൻഡിലുള്ളത് കൊണ്ട് കുറച്ച് പിശുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പിശുക്കാതിരിക്കുക, അമിതമായിട്ട് ചിലവാക്കാതിരുന്നാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപയോഗിക്കാം. ചെറിയ രീതിയിലൊക്കെയുള്ള ആഡംബരങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നതും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമാണ് എങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് നിങ്ങളെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യമായിരിക്കും, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും, നിങ്ങളുടെ പാർട്ട്ണറായിരിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളി. കാരണം അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല, വീട്ടിലേക്ക് അതിൽ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൈസ ചിലവാക്കാം നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടും ഒക്കെ. 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് വയ്ക്കുകയോ വാഹനം വാങ്ങിക്കുകയോ ഇതുപോലെയുള്ള സാമ്പത്തികം കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനങ്ങളിൽ ഒത്തിരി കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് സാമ്പത്തികം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ പൈസ കൊടുക്കുക നമ്മളെപ്പോഴും ഫ്ലോ ആണ്. സമൃദ്ധി എന്ന് പറയുന്നൊരു ഫ്ലോ ആണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആ ഒരു ഫ്ലോ വേണം. അപ്പോൾ ഒരിടത്ത് തന്നെ പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിയാണ്. അത് ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിലും പുറത്തോട്ടേക്ക് പോകുന്നതാണെങ്കിലും വൺ സൈഡഡ് ആണെങ്കിൽ അത് എപ്പോഴും അത് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ അതായത് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലിരിക്കുക എന്നുള്ളൊരു രീതിയല്ല. അപ്പോൾ അത് തീരുമാനമെടുക്കുമ്പോൾ അതുകൂടി മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കാണ് പണം ചിലവാക്കുന്നത് എന്നുള്ളത്. പിന്നെ കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെയാണ്. ആഗ്രഹിച്ച കോഴ്സ് കിട്ടുക, അല്ലെങ്കിൽ ആഗ്രഹിച്ചിടത്ത് പോയി പഠിക്കുക, വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും വിദേശ പര്യടനം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോൾ മക്കളൊക്കെ പുറത്താണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തേക്ക് പോകുന്ന സാഹചര്യവും ആവാം സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചും അതേപോലെ പ്രായമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വീട്ടിൽ പ്രത്യേകിച്ച് പുറത്ത് ജോലിക്ക് പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉള്ളൊരു സമയമാണ്. പൊതുവെ ഒരു സമൃദ്ധി ഐശ്വര്യം ജീവിതത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. എംപ്രസ് എനർജിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവിൽ നിങ്ങൾക്ക് നമ്മൾ പറയില്ല സംതൃപ്തി എന്നുള്ളത്, ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയുന്നത് ഉള്ളത് വളരെ അധികം ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഇപ്പോൾ എന്തുണ്ടായാലും മനസ്സിന് സംതൃപ്തി ഉണ്ടാവണമെന്നില്ല. നല്ല പോലെ കാശില്ലാത്ത ഒരാളാണെങ്കിൽ പറയും മറ്റേ ആൾക്ക് കാശുണ്ട്, അതുകൊണ്ട് അവർക്ക് ഹാപ്പിയാണ്, അവർക്ക് എന്താണ് കുഴപ്പം. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഓരോരുത്തരും മറ്റൊരാളുടെ ജീവിതത്തോട് സ്വന്തം ജീവിതത്തെ ഉപമിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അസംതൃപ്തിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു സംതൃപ്തി കടന്നു വരുന്ന സമയമാണ്. അത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് ആലോചിച്ച് ആ ഒരു തൃപ്തി
കേട് ജീവിതത്തിൽ വരുത്താതിരിക്കുക. അതർവൈസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.